ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു അവധി ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ ആയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റത് അവധി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്ന് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ലേറ്റായിട്ട് എണീറ്റിട്ട് ഇന്ന് ഒരു ഗ്ലാസ് പാൽ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലും അതുപോലെ ബദാം തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും 3 വാൾനട്ടും കൂടി എടുത്തിട്ട് അതിങ്ങനെ കഴിക്കാനായിട്ട് പതുക്കെ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ടി വിക്കകത്ത്. അപ്പം നമുക്ക് സമയമുള്ളത് കൊണ്ട് പാട്ടൊക്കെ കേട്ടിരുന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാമല്ലോ. അങ്ങനെ രാവിലെ ഇങ്ങനെ പാട്ട് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്കിഷ്ടമുള്ള ഇങ്ങനത്തെ സോങ്സൊക്കെ കേൾക്കുവാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ കുറച്ച് സമയം പാട്ടൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാത്തു നല്ല ഉറക്കമാണ്, എഴുന്നേറ്റിട്ടില്ല. അമ്മ എണീറ്റ് വന്ന് ചായയൊക്കെ ഇട്ട് അമ്മ ചായ കുടിക്കുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇന്ന് പാത്തുവിന് അപ്പവും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് അപ്പം ചിക്കൻ സ്റ്റൂ. അപ്പം ചിക്കൻ്റെ സ്മെല്ലൊന്നും പറ്റാത്തതുകൊണ്ടും കഴിക്കുന്നില്ലാത്തതുകൊണ്ടുമാണ് പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മടിച്ചത്. അപ്പോൾ ഇപ്പം ഞാൻ ചിക്കൻ കൂട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ വിചാരിച്ചു അവളുടെ ഒരു ആഗ്രഹമല്ലേ അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതിന് തലേന്ന് തന്നെ ചിക്കനൊക്കെ മേടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഈസി ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവോളയും ഉരുളക്കിഴങ്ങും എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ച് ഉരുളി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ സ്റ്റൂ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിനകത്തെല്ലാം വഴറ്റാനൊക്കെ ഇട്ടിട്ട് ഞാൻ വന്ന് പിന്നെയും പാട്ടൊക്കെ കേട്ട് പതുക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ജോലി ചെയ്യാനും പറ്റത്തില്ല. കുറേ സമയം നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കാലിനും നടുവിനും ഒക്കെ വേദന. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്താട്ടോ ഞാൻ ജോലി ചെയ്യാറ്. അപ്പോൾ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടം പോലെ തവണ നമ്മൾ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം ചിക്കൻ പീസസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ സ്റ്റൂ ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പാത്തൂന് അപ്പവും ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ ആണെങ്കിൽ ആൾക്കൊരു മടിയിൽ അതുള്ള കഴിച്ചോളും. അപ്പോഴേക്കും പാത്തു ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ മടി കിടക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മടി കിടക്കുകയാണ് കേട്ടോ. അവധി ദിവസമാണെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ സമയം കിട്ടുള്ളൂ. സ്കൂളിൽ പോകേണ്ട ദിവസമാണെങ്കിൽ എല്ലാം ധൃതിയായിരിക്കും. ഇങ്ങനെ കൊഞ്ചിക്കാനോ മടി കിടത്തി കുറച്ച് സമയം ഇരുത്താനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അവൾ ഉറക്കം മതിയായില്ലമ്മ എന്നും പറഞ്ഞ് എൻ്റെ മടി കിടന്നുറങ്ങാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്തു അവിടെ കിടന്ന് കുറച്ച് സമയം കൂടെ ഉറങ്ങട്ടെന്നും പറഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി 2ാം പാലും 1ാം പാലും ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചു. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് അപ്പവും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പമൊക്കെ ചുട്ട് വെക്കുവാണെങ്കിൽ ചിക്കൻ സ്റ്റൂ റെഡി ആയല്ലോ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഇതാ അപ്പം എല്ലാം ഓരോന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഉള്ള അപ്പം ഒന്നിച്ച് ചുട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോരോ അപ്പം ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദിനു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിനു വന്നപ്പം കുറച്ച് കറിവേപ്പിലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അടുക്കളയിലോട്ട് കൊണ്ടുവച്ചിട്ട് ദിനു പിന്നെ കുളിക്കാനായിട്ട് പോയി. ദിനു കുളിക്കുന്ന സമയം കൊണ്ട് പാത്തൂനെ എണീപ്പിച്ചിട്ട് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം എല്ലാം ചുട്ട് വെച്ചു. അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പവും ചിക്കൻ സ്റ്റൂവും അല്ലാതെ ബ്രെഡും കൂടെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും ബ്രെഡ് വേണമെങ്കിൽ അതും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പാത്തു ഇതാ കഴിക്കാനായിട്ട് റെഡിയായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അപ്പവും ചിക്കൻ സ്റ്റൂവും കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അവളുടെ ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ അവൾ കുറേ നാളുകൾക്ക് ശേഷം ഇതാ അപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ കഴിക്കുകയാണ്. സൂപ്പറാ അമ്മേ, സൂപ്പറാ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്തു കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് നമുക്കിങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കാനായിട്ടൊരു സമയം കിട്ടുക. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഒന്നിച്ചിരിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അല്ലാത്ത പക്ഷം രാവിലെ ദിനു കഴിച്ചിട്ട് ഓഫീസിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് ഞാനും അമ്മയും കൂടെ കഴിക്കും. വൈകിട്ടാണെങ്കിലും ഇപ്പം ദിനു ഒത്തിരി ലേറ്റ് ആവും വരാനായിട്ട്. അപ്പോൾ ചില ദിവസം എനിക്ക് വിശക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ കഴിക്കും. മറ്റേ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ നേരത്തെ കഴിക്കും. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ദിനു കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സാധനമൊക്കെ വാങ്ങാനായിട്ട്. പാത്തു ആണെങ്കിൽ ABCD ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ചേച്ചി അച്ഛനും വീഡിയോ കോൾ ചെയ്തപ്പോൾ അവൾ അതിൽ സംസാരിച്ചുകൊണ്ട് എടുക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിലെ മേട് തൂത്ത് വരുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരിയും അവരെ കണ്ടപ്പോൾ അവരോട് സംസാരിച്ചിട്ട് പോയി തൂത്തൊക്കെ വാരാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത് ഡെയിലി വന്ന് തൂത്ത് വാരി തുടച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു വലിയ ഉപകാരമാണ്. അപ്പോൾ അങ്ങനെ ദിനു രാവിലെ ഫ്രഷ് കറിവേപ്പില മേടിച്ചിട്ട് വന്നായിരുന്നു. അത് അമ്മ നന്നായിട്ട് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ഡ്രൈ ആകാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പതുക്കെ ലഞ്ചിൻ്റെ പരിപാടികളിലേക്ക് തുടങ്ങിയിട്ടുണ്ട് അമ്മ ആണെങ്കിൽ ഇന്ന് ക്യാബേജ് തോരൻ വെക്കാനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് തോരനും മോരുകറിയും വെക്കുന്നുണ്ട്. അപ്പോൾ ദിനം മീൻ മേടിക്കാമെന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ മീൻ കൊണ്ടുവരുമ്പോഴത്തേക്കും അതങ്ങനെ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞ് അമ്മ കൂട്ടാനൊക്കെ വെക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയി കുറച്ച് സമയം കിടന്നു. എനിക്ക് കുറച്ച് നേരം നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടക്കും. ചില ദിവസങ്ങളിൽ വലിയ കുഴപ്പമില്ല, ചില ദിവസം ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കിടന്നിട്ടൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ പാത്തു എല്ലാം എടുത്ത് നിരത്തി വെച്ച് കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം തിരിച്ചെടുത്ത് വെക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തിരിച്ചെടുത്ത് വെച്ചു. പിന്നെ ഞാൻ നെല്ലിക്ക കഴിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ നെല്ലിക്ക വെറുതെ കഴിക്കാൻ മടിയായതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പിലിട്ട് വെക്കുമല്ലോ നെല്ലിക്കയൊക്കെ. അപ്പോൾ അങ്ങനെ ഇത്തിരി ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് അമ്മ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കും. ചിലപ്പോൾ ഞാൻ 3, 4, 5 എണ്ണമൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ കഴിക്കാൻ മടിയാണ്, ചില ദിവസം കഴിക്കുമ്പോൾ അങ്ങ് കഴിക്കും. അങ്ങനെ നെല്ലിക്ക ഇരുന്നത് എടുത്ത് കഴിച്ചു. അപ്പോഴേക്കും ദിനു മീനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെല്ലിക്ക രാവിലെ ഫ്രഷായിട്ട് മേടിച്ചുകൊണ്ട് വന്നത് അമ്മ ഇത്തിരി ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചേക്കും. അങ്ങനെയാകുമ്പോൾ എളുപ്പം അത് നന്നായിട്ട് ഇങ്ങനെ അലുത്ത് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ഉപ്പിലിട്ട് മുളകൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഫിഷൊക്കെ മേടിച്ചിട്ട് വന്നത് ഇതാ കവറിലിരിക്കുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതും കൂടെ ഒന്ന് റെഡിയാക്കണം. അപ്പോഴേക്കും ചോറും ക്യാബേജ് ചോറിനും മോരുകറിയൊക്കെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനും ഇതാ ഫിഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ഒരു പ്രഗ്നൻസി സമയം എന്ന് പറയുന്നത് മാക്സിമം എൻജോയ് ചെയ്യണം, ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് എല്ലാവരും പറയും. പക്ഷേങ്കിൽ അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പറയാം, നമുക്ക് ചുറ്റുമുള്ളവരും കൂടെ നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കാനും നമ്മളെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും നമ്മളെ മനസ്സിലാക്കാനും ഒക്കെ ഒരു മനസ്സുള്ളവരാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമയത്ത് സന്തോഷമായിട്ടും ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളോട് പെരുമാറുന്നവരാണെങ്കിലല്ലേ നമുക്ക് ആ സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഓരോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസ് ആണെങ്കിലും ആഗ്രഹിക്കുന്നു അത് തന്നെയായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചുറ്റുമുള്ളവർ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം എനിക്ക് ഏതായാലും എനിക്ക് ചുറ്റുമുള്ളവർ അങ്ങനെ മനസ്സിലാക്കുന്നവരാണ് ദൈവം അനുഗ്രഹിച്ചിട്ടിപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം വളരെ ഹാപ്പിയാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഹാപ്പിനെസ് ഒന്നും കിട്ടുന്ന സമയമല്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. അത് മാത്രമല്ല ബുദ്ധിമുട്ടുകളൊക്കെ എന്തായാലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും നമുക്കുണ്ടാകും. പക്ഷേ മാനസികമായിട്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ മീൻ പീര വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ചതിട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് അമ്മ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും വെക്കുക. അപ്പോൾ അമ്മ വെക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഒരു കളറിന് വേണ്ടി മാത്രം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയും കൂടി ഇട്ടിട്ടാണെങ്കിലും മീൻ പീര വറ്റിക്കാം. എന്നിട്ട് ടേസ്റ്റാണ്. മാങ്ങ ഇല്ലാഞ്ഞതുകൊണ്ടാണ് നമ്മൾ കുടംപുളി ഇട്ടത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അത് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേളൂരി എന്ന് പറയുന്ന മീനാണ്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുക. ഇതിന് നമ്മൾ പറയാം വേളൂരി എന്നാണ് കേട്ടോ. കൊഴുവയല്ല, വേളൂരി. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇതിനിടയ്ക്ക് മത്തി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ എല്ലാം ഷൂട്ട് ചെയ്ത് കാണിക്കാത്തത്. അപ്പം മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഇതാ നമ്മുടെ മീൻ പീരയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് അവസാനം കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് ഇടയ്ക്ക് നോക്കിയിട്ട് ഉപ്പും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ കുറച്ച് ചാറോട് കൂടി മീൻ പീര വെക്കുന്നതാണ് കേട്ടോ ദിനുവിന് ഇഷ്ടം. അതുകൊണ്ടാണ് കുറച്ച് ചാറ് അധികം കാണുന്നത്. അപ്പോൾ അങ്ങനെ മീൻ പീരയും കൂടെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തു അമ്മയും കൂടി ഇതാ കളിക്കുവാണ് കേട്ടോ. അപ്പോൾ പാത്തുവിന് ബോളിട്ട് കളിക്കണം, എൻ്റെ കൂടെ കളിക്കാൻ ആരും ഇല്ലെന്നും പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് അതിങ്ങനെ ഇട്ട് കളിക്കുവാണ്. അപ്പോൾ ദിനു കുളിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു മീനൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതാ പാത്തു ഭയങ്കര ഡാൻസൊക്കെയാണ് കേട്ടോ. എന്താ വെച്ചാൽ അവധിയുള്ള ദിവസങ്ങളിൽ എപ്പോഴും അവളുടെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ ഞാൻ അവൾക്ക് ചോറ് കൊടുക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ചോറ് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറച്ച് വഴക്കായിരുന്നു. അപ്പോൾ നിർബന്ധിച്ചൊക്കെ കഴിക്കുകയാണ്. എനിക്ക് വിശക്കുന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ്. ഇതിനിടയ്ക്ക് ഞാനും അവളും കൂടെ യോഗട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സാധാരണ ഞാൻ ഗ്രീക്ക് യോഗട്ട് കൂടുതലായിട്ടും കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലൂബെറി വാങ്ങിക്കാറുണ്ട്. ഇത്തവണ അവൾ പറഞ്ഞിട്ട് സ്ട്രോബെറി മേടിച്ച, പക്ഷേ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ തന്നെ അത് കൂടുതലും കഴിക്കേണ്ടത് വന്നത്. അങ്ങനെ അവൾക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളും കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മീൻ പീരയുണ്ട്, നാരങ്ങാച്ചാറുണ്ട്, മത്തി വറുത്തതുണ്ട്, അതുപോലെ മോരുകറി, ക്യാബേജ് തോരൻ, പപ്പടം.
അപ്പോൾ നമ്മൾ അവധിയുള്ള ദിവസങ്ങളിലാണ് കേട്ടോ കൂടുതൽ കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക. മീനൊക്കെ ആണെങ്കിലും നമ്മൾ അവധി ഉള്ളപ്പോഴാണ് പോയി മേടിക്കാറ്. വല്ലപ്പോഴും ആയിരുന്നു നേരത്തെയൊക്കെ മീൻ മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ചെറിയ മീനൊക്കെ കൂട്ടുന്നത് നല്ലതായതുകൊണ്ട് ആഴ്ചയിൽ ഒന്നൊക്കെ പോയി ഇങ്ങനെ ചെറിയ മീനൊക്കെ കിട്ടുമ്പോൾ മേടിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആസ്വദിച്ച് നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഉള്ളതെന്ന് പറയുന്ന ഒരു വലിയ പണി ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ കിച്ചണും ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ അമ്മ കഴുകുകയാണ്. അപ്പോഴത്തേക്കും ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ വീക്കെൻഡ് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകും. വീക്ക് ഡേ ആണെങ്കിൽ ഭയങ്കര താമസമാണ് ഒരു ദിവസം കഴിയാനായിട്ട്. പക്ഷേ വീക്കെൻഡ് പെട്ടെന്ന് കഴിയുന്ന പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീക്കെൻഡ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.